നമുക്കിപ്പോൾ വീടുകളിൽ ഹോം തിയേറ്റർ ഇപ്പോൾ ഒരു കോമൺ തിങ് ആയി. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് റൂംസ് ഉള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഹോം തിയേറ്റേഴ്സ്. പക്ഷേ എല്ലാവർക്കും ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോകാൻ ഒക്കത്തില്ല. നമ്മുടെ യൂട്യൂബിലാണ് ഫുൾ വേർഷൻ, ഇൻസ്റ്റയിൽ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ. അപ്പോൾ അതിന് വേണ്ടി മാത്രം നമ്മളൊരു സെപ്പറേറ്റ് ഇൻസ്റ്റാഗ്രാം പേജ് പോഡ്കോൺ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പേജ് ഉണ്ട്. അതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ പോഡ്കാസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ. കാര്യം ഒരു സ്വിമ്മിംഗ് പൂള്, ലിഫ്റ്റും അതിൻ്റെ കൂടെ ഒരു ഹോം തിയേറ്റർ എന്ന് മാത്രം ഒരു കോൺസെപ്റ്റിലായിരിക്കും ചിന്തിക്കുക. നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പിന്നെ 4K വെച്ചാൽ നന്നായിരുന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പൈസയും കിട്ടില്ല. അതെ, പിന്നെ തോന്നുന്നു ഡോൾബി അറ്റ്മോസ്. ഇപ്പോൾ വരുന്ന എല്ലാ ഫോമാറ്റും ഡോൾബി അറ്റ്മോസ് ആണ്. വെൽക്കം. നമുക്കിപ്പോൾ വീടുകളിൽ ഹോം തിയേറ്റർ ഇപ്പോൾ ഒരു കോമൺ തിങ് ആയി. നമ്മുടെ ഈ OTT പ്ലാറ്റ്ഫോമിൽ സിനിമ റിലീസൊക്കെ ചെയ്തു തുടങ്ങി. അതുപോലെ ഈ വെബ് സീരീസൊക്കെ മറ്റേ സിനിമ സ്റ്റൈൽ വെബ് സീരീസൊക്കെ ഇറങ്ങിയതിന് ശേഷം ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വരുന്ന മിക്ക വീടുകൾക്കും ഒരു 8 ഔട്ട് ഓഫ് 10 വീടുകൾക്കും ഹോം തിയേറ്റർ ഉണ്ട്, റിക്വയർമെൻറ്റ്സിൽ വരുന്നുണ്ട്. പക്ഷെ അത് ആളുകളുടെ കപ്പാസിറ്റിയും വീടിൻ്റെ വലുപ്പം അനുസരിച്ച് പല പല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെന്ന് മാത്രം. പിന്നെ ചിലർ ഹോം തിയേറ്ററിൻ്റെ റൂം മാത്രം ചെയ്തു വയ്ക്കും. ഹോം തിയേറ്റർ പിന്നീട് ചെയ്യാവുന്ന സിസ്റ്റമൊക്കെ പിന്നീട് ചെയ്യാമെന്നുള്ള ലെവലിൽ റൂം മാത്രം ചെയ്തു വയ്ക്കുന്നതുണ്ട്. അപ്പോൾ ഒരു തിയേറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഹോം തിയേറ്റർ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഇത്രയും ബഡ്ജറ്റെങ്കിലും കയ്യിലുള്ള ഒരാൾക്ക് ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ബഡ്ജറ്റ് എത്രയായിരിക്കും? ഓക്കെ, ചോദിച്ച പോലെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് റൂംസ് ഉള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഹോം തിയേറ്റേഴ്സ്. പക്ഷേ എല്ലാവർക്കും ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോകാൻ ഒക്കത്തില്ല. സോ ലൈക്ക് ഒരു ഹാൾ അല്ലെങ്കിൽ ഒരു ലിവിങ് ഏരിയയിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ക്ലയൻസിൻ്റെ അടുത്ത് മിനിമം പറയാറുള്ള ഒരു കാര്യമുണ്ട്: ഗോ ഫോർ എ ബിഗ് സൈസ് TV. മാക്സിമം സൈസ് പോസിബിൾ ഒരു TV വയ്ക്കുക. അതിലൊരു പ്രൊജക്ടർ വേണമെന്ന് നിർബന്ധമില്ല. പ്രൊജക്ടർ ഇപ്പോൾ ലിവിംഗ് റൂമിൽ ഒരു പ്രൊജക്ടറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു മാക്സിമം സൈസ് അവരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു സൈസിലെ മാക്സിമം സൈസിലേക്ക് പോവുക. അതിനുശേഷം ഒരു ഡീസൻറ്റ് സൗണ്ട് ബാർ എങ്കിലും, മിനിമം ഒരു ഡീസൻറ്റ് സൗണ്ട് ബാർ എങ്കിലും പോവുക. അപ്പോൾ ഡോൾബി അറ്റ്മോസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു 25,000 തൊട്ട് ഒരു മാക്സിമം നല്ലൊരു ഒരു ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉള്ള ഒരു ഹൈ എൻഡ് വിത്ത് സബ് ഊഫർ ഒക്കെ കൂടി എടുക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 1.5 to 2 lakhs വരെ നമുക്ക് ബഡ്ജറ്റിംഗിൽ നമുക്ക് നിർത്താൻ നോക്കും. അതൊരു ഡീസൻറ്റ് ഒരു സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടും. ഒരു വിഷ്വലി വലിയ സ്ക്രീനിൽ നമുക്കൊരു ഇമ്പാക്റ്റോടെ ഫീൽ ചെയ്യും. സോ അക്വാസ്റ്റിക്സ് ഒന്നും ഉണ്ടാവില്ല. അക്വാസ്റ്റിക്സ് ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ നമുക്കൊരു ലിവിംഗ് റൂമിൽ ഒരു അക്വാസ്റ്റിക്സിൻ്റെ ആവശ്യം വരുന്നില്ല. ഫർണിച്ചറും ബാക്കിയുള്ള ബേസിക് അവിടെ കിട്ടുന്നുണ്ട് നമുക്ക്. നമ്മളിപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്ററിൽ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ചലഞ്ച് വരുന്നത്. ഒരു മിനിമം ബഡ്ജറ്റ് വരുമ്പോഴാണ് അവിടെ കുറേ നമ്മൾ പാരാമീറ്റേഴ്സ് കട്ട് ചെയ്യേണ്ടി വരും. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന അക്വാസ്റ്റിക്സ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പിന്നെ അതിൻ്റെ അകത്ത് സൗണ്ട് ഭയങ്കര റിഫ്ലക്ഷൻസും എക്കോസൊക്കെ വരാനൊക്കും. അപ്പോൾ ചിലവർ ഈ പറയുന്ന പോലെ ബഡ്ജറ്റ് തീരെ കുറവാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു ബിഗ് സൈസ് സ്ക്രീൻ പോകാൻ പറയും. കാര്യം ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്ററിൽ വി ഡോണ്ട് സജസ്റ്റ് ഗോ ഫോർ എ TV. കാര്യം താഴെ ലിവിംഗ് റൂമിൽ ഒരു ടെലിവിഷൻ ഉണ്ടായിരിക്കും. ആരും മെനക്കെട്ട് ഈ റൂമിൽ വന്നിരുന്ന് TV കാണത്തില്ല. അപ്പോൾ ഓൾവേസ് ഗോ ഫോർ എ ബിഗർ സൈസ് സ്ക്രീൻ പോകാൻ പറയും. സ്ക്രീൻ വിത്ത് പ്രൊജക്ടർ. അപ്പോൾ അങ്ങനത്തെ ഒരു നമ്മളൊരു മിനിമം ഒരു ഫുൾ HD പ്രൊജക്ടർ, ഒരു ഡീസൻറ്റ് കമ്പനിയുടെ ഒരു ഫുൾ HD പ്രൊജക്ടർ വിത്ത് എ സ്ക്രീനൊക്കെ എടുക്കുമ്പോൾ ഒരു ആവറേജ് ഒരു 1 lakh എങ്കിലും നമുക്ക് സ്പെൻഡ് ആവുന്നുണ്ട്. പിന്നെ ഒരു ഇൻക്ലൂഡിങ് സ്ക്രീൻ ഒരു 70+30 70+30 എന്നുള്ളൊരു പോകും. ഒരു 4K ഒക്കെ ആണെങ്കിൽ ഒരു 35,000 rupees എക്സ്ട്രാ വരും. ഒരു സ്ക്രീൻ നമുക്കൊരു ആ റൂമിൻ്റെ അനുസരിച്ചിട്ടുള്ളൊരു സ്ക്രീനിൽ പോവുക. ഒരു മിനിമം ലെവൽ ഫസ്റ്റ് നമുക്ക് ഈ സ്പീക്കേഴ്സ് ചെറുതായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ട്. അവിടെ മാത്രം ഒരു ബേസിക് അക്വാസ്റ്റിക്സ് ചെയ്യുക. ഒരു നോർമൽ 5.1 സിസ്റ്റം. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 60,000-70,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഫുൾ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ സൗണ്ട് സിസ്റ്റം മാത്രം ഒരു 5.1 ഒരു 7-ലൊക്കെ പോകുമ്പോഴാണ് പിന്നെയും കോസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇനി നട്ട്ഷെൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം രൂപ ഉണ്ടെങ്കിലും നമുക്കൊരു ഡെഡിക്കേറ്റഡ് തിയേറ്ററിനകത്ത് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു അക്വാസ്റ്റിക്സ് ഇല്ലാതെ ചെയ്യാം. സിസ്റ്റം പ്രൊജക്ടറും സ്ക്രീനും ഒരു 5.1 സിസ്റ്റം ഒക്കെ വെച്ച്. പക്ഷേ അത് ഈ പറയുന്ന താഴെ ഇരിക്കുന്ന TVയും കാട്ടിലും ഒരു ബിഗർ ഇമ്പാക്റ്റ് അവർക്ക് കിട്ടും. പിന്നെ പതുക്കെ അവർക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. റിക്ലൈനറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. പതുക്കെ ആഡ് ഓൺ ചെയ്യാം. പിന്നെ അക്വാസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു പെറ്റ് പാനലൊക്കെ വെച്ചിട്ട് ബേസിക് പാനലിംഗ് ചെയ്താലും ബേസിക് അക്വാസ്റ്റിക്സ് കിട്ടും. നമുക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പെറ്റ് പാനൽ ഡയറക്റ്റ് സ്റ്റിക്ക് ചെയ്ത് വേണമെങ്കിലും നമുക്കൊരു തിയേറ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും ഒരു ബേസിക് ബഡ്ജറ്റ് നമ്മൾ കരുതേണ്ടത്. മിനിമം ഒരു 2 lakhs എങ്കിലും മിനിമം കരുതിയിട്ട് ഇതിലോട്ട് ഇറങ്ങാവൂ എന്നുള്ളതാണ് പറയാറുള്ളത്. പക്ഷേ 2 lakhs എന്ന് പറയുന്നത് വളരെ വളരെ ഒരു ബേസിക് എൻട്രി ലെവൽ സിസ്റ്റമാണെന്ന് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഒരു ബഡ്ജറ്റ് കരുതുക. ഇന്നിപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിലും വീട് വെച്ചു, എല്ലാവർക്കും ടൈറ്റ് സിറ്റുവേഷൻ വരും. ഒരു 5 വർഷം കഴിഞ്ഞ് വെച്ചാലും വയ്ക്കുമ്പോൾ ആ റൂം നമ്മൾ മാക്സിമം നല്ലൊരു യൂട്ടിലൈസ് ചെയ്ത്
നല്ലൊരു രീതിയിലേക്ക് വെക്കാൻ ശ്രമിക്കുക. എപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് വെക്കാൻ ശ്രമിക്കുക, തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പിന്നെ 4K വെച്ചാൽ നന്നായിരുന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പൈസയും കിട്ടില്ല. അതെ. പിന്നെ തോന്നുന്നു ഡോൾബി അറ്റ്മോസ് ഇപ്പം വരുന്ന എല്ലാ ഫോമാറ്റും ഡോൾബി അറ്റ്മോസ് ആണ്. സീലിംഗിലും സ്പീക്കേഴ്സിന്റെ ഇമ്പാക്റ്റ്. സോ ഇതെല്ലാം നമ്മൾ മിസ് ചെയ്യുക. നമ്മുടെ മിക്ക OTT പ്ലാറ്റ്ഫോം പോലും ഇപ്പോൾ ഡോൾബി അറ്റ്മോസ് കണ്ടൻസ് ഇപ്പം എല്ലാം 4K കണ്ടന്റ് വിത്ത് OTT ആണ്. അപ്പം പലപ്പോഴും വളരെ ഞാൻ തന്നെ ഇപ്പം അതിശയിക്കുന്നത് എന്തറിയോ, ഒരു ആൾക്കാർ ഈ വലിയ ഇപ്പം ദുരന്തരൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് പാർട്ടി. ഇതൊക്കെ ഭയങ്കര സൗണ്ട് എഫക്റ്റിൽ അറ്റ്മോസ്ഫിയർ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ആ ടി വിയിലെ കൊച്ചു 2 സ്പീക്കറിലിരുന്നാണ് ആൾക്കാർ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അവർ ശരിക്കും അത് മിസ് ചെയ്യണം. എന്താണെന്നുള്ളത് ഒരു ബേസിക് ഒരു അഡ്വൈസ് എന്ന് പറയുന്ന ഒരു മിനിമം ഒരു സൗണ്ട് ബാറിലെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു ലിവിംഗ് റൂം കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണെങ്കിൽ നമുക്കൊരു സറൗണ്ട് സ്പീക്കേഴ്സിൻ്റെ ഒക്കെ വയർ ഇട്ട് വെച്ചേക്കുക. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആ സറൗണ്ടൊക്കെ ആഡ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റൂം സൈസ് മിനിമം അതിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള മിനിമം റൂം സൈസ് എത്രയാണ്? ഓക്കെ. അപ്പോൾ ഇന്നത്തെ കാണുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ഹോം തിയേറ്ററിൻ്റെ പർട്ടിക്കുലർലി ആൾക്കാർ ഒരു ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ബെഡ്റൂം വന്ന് എക്സ്ട്രാ ആ ബെഡ്റൂം നമുക്കൊന്ന് ഹോം തിയേറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു പ്രീ പ്ലാനിങ് ഇല്ലാത്ത ഒരു ഇതായിരിക്കും. കാര്യം ആർക്കിടെക്റ്റിനൊന്നും പറയാൻ ഒക്കത്തില്ല. ലാസ്റ്റ് മൂമെൻറ്റിലായിരിക്കും ക്ലയൻറ്റ് പറയുക എനിക്ക് അവിടെ ആ സ്പേസ് അവിടെ കിടക്കില്ല, ചെറിയൊരു സ്പേസ് ഉണ്ട്, അതൊരു ഹോം തിയേറ്റർ ആക്കാൻ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ചെല്ലുന്നിടത്താണ് ഭയങ്കര ഒരു ചലഞ്ചിങ് ഉണ്ട്. കാര്യം ഞങ്ങളൊരു കസ്റ്റമർ എടുത്ത് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ പറയും 10x10 റൂം സൈസ് ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ഹാവ് എ ഡീസൻറ്റ് തിയേറ്റർ എന്ന് നമ്മൾ പറയാറുണ്ട്. ബട്ട് ഐഡിയലി 10x10 എന്ന് പറയുന്ന ഒരു സ്ക്വയർ റൂമാണ്. ഫ്ലാഗ് പ്രൊപ്പോർഷനാണ് നല്ലത്. അതെ. അപ്പോൾ ഒരു സ്ക്വയർ റൂമിൽ ഒരിക്കലും ഒരു ഹോം തിയേറ്റർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, കാര്യം നമുക്ക് ഈ ബാസിൻ്റെ സ്റ്റാൻഡിങ് വേവ്സ് എന്നൊരു സംഭവമുണ്ട്. ഭയങ്കര ഈ മുഴക്കം നമുക്കത് കൺട്രോൾ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് യു നീഡ് ടു സ്പെൻഡ് ഗുഡ് എമൗണ്ട് ഓൺ അക്വസ്റ്റിക്സ്. അപ്പോൾ അതിനെക്കാട്ടി നമുക്ക് നോക്കുമ്പോൾ ഈ ഡിസൈനിങ് സ്റ്റേജിൽ തന്നെ ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റിന് ക്ലയൻറ്റ് ഇൻപുട്ട് കൊടുക്കുകയാണ്, എനിക്ക് നല്ലൊരു ഹോം തിയേറ്റർ വേണം, എൻ്റെ വീട്ടിൽ ഇത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു മിനിമം സൈസ് ഇപ്പോൾ 10 feet എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ നോർമൽ സൈസാണ്. അപ്പോൾ 10 feet ആണ് നമ്മൾ റൂം ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഒരു ബേസിക് ഒരു തമ്പ് റൂൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇൻറ്റു 1.9 ആവറേജ് നോക്കി കഴിഞ്ഞാൽ ഒരു 10 feet ആണെങ്കിൽ ഇൻറ്റു 1.9 എന്ന് പറയുമ്പോൾ 19 feet. ഒരു 10 വിഡ്ത്ത് ആണെങ്കിൽ 19 feet ലെങ്ത്. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ 10x10 നമുക്ക് ഹോം തിയേറ്റർ ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ 10x10 റൂമാണ് ഒരു മിനിമം പറയുന്നത്. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ 10x10 റൂം സൈസിൽ നമുക്കൊരു സ്ക്രീൻ വയ്ക്കുമ്പോൾ ഒരു 92 inch സ്ക്രീൻ നമുക്ക് അതിൻ്റെ അകത്ത് അക്കോമഡേറ്റ് ചെയ്യാം. കാര്യം നമ്മൾ ഇരുന്ന് കാണുമ്പോൾ നമുക്കൊരു 30 degree എങ്കിലും വ്യൂയിങ് ആംഗിൾ കിട്ടണം. ഇപ്പോൾ 2 അസോസിയേഷൻസാണ് ഉള്ളത്, സിനിമ തിയേറ്റേഴ്സ് അസോസിയേഷൻ, എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ, സിംറ്റി എന്ന് പറഞ്ഞിട്ട് അസോസിയേഷനും THX ഉണ്ട്. ഇവർ രണ്ടുമാണ് ഇതിനൊരു പ്രിസ്ക്രിപ്ഷൻ വയ്ക്കാറുള്ളത് സാധാരണ. അപ്പം മറ്റവർ പറയുന്നത് 30 degree വ്യൂയിങ് ആംഗിളും THX റെക്കമെൻഡ് ചെയ്യുന്നത് 38 degree എങ്കിലും നമുക്ക് നമ്മുടെ കണ്ണ് 2 കോർണേഴ്സിൽ എത്തുക എന്നുള്ളതാണ് മെയിൻ ആവശ്യം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ബെയർ മിനിമം 10x10 റൂമിൽ നമുക്ക് 92 inch സ്ക്രീൻ ആയിരിക്കും വയ്ക്കുക, ഒരു സിംഗിൾ റോ സീറ്റിംഗ്. ഇത് വെച്ചിട്ട് നമുക്കൊരു 3 or 4 പീപ്പിളിനെ അക്കോമഡേറ്റ് ചെയ്ത് നമുക്ക് ഹോം തിയേറ്റർ സ്റ്റാർട്ട് ചെയ്യാം. നിവൃത്തിയില്ലെങ്കിൽ ആ ഒരു 10x10 ചെയ്യാം. പക്ഷേ 10x10 അല്ല റെക്കമെൻഡ് ചെയ്യുന്നത്. കറക്റ്റ്. ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ആയിരിക്കണം. നമ്മൾ ഫസ്റ്റ് ഒരു ഡിസൈനിങ് സ്റ്റേജിൽ തന്നെ ഒരു റെക്ടാങ്കിൾ സ്റ്റേജ് നോക്കുക, എത്ര പേര് അക്കോമഡേറ്റ്. ഇതൊക്കെ ഇൻപുട്ട് ഒരു ആർക്കിടെക്റ്റിന് ക്ലയൻറ്റ് കൊടുക്കാമെങ്കിൽ ആർക്കിടെക്റ്റിനും ജോബ് വളരെ ഈസി ആയിരിക്കും. കാര്യം അവരൊക്കെ ആ റൂം അതനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ നോക്കും. ഡോർ പൊസിഷനിങ് എല്ലാവർക്കും നോക്കി ഒരു പ്രോപ്പറായിട്ട് തിയേറ്റർ ഡിസൈൻ ചെയ്യാം. അപ്പം ഒരു വിഡ്ത്തിൻ്റെ ഒരു 1.9 times എടുക്കുക. പിന്നെ അതേപോലെ ഹൈറ്റും വളരെ ക്രൂഷ്യലാണ്. വലിയ റൂംസ് ആയിരിക്കും, ഭയങ്കര വലിയ റൂംസ്, ലെങ്തൊക്കെ കാണും, വിഡ്ത്ത് കാണും. പക്ഷേ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ മിനിമൽ ഹൈറ്റ് ആയിരിക്കും. ബാക്കിയുള്ള വീട് പോലെ 10 feet ആയിരിക്കും. അപ്പോൾ പ്രശ്നം എന്ന് ചോദിച്ചാൽ വി കാൺ പുട്ട് എ ബിഗ് സ്ക്രീൻ ദർ. വളരെ ഇത്രയും വലിയ റൂമിൽ ഒരു ചെറിയ സ്ക്രീൻ നമുക്ക് വയ്ക്കേണ്ടി വരും. കാര്യം ഹൈറ്റ് ഇമ്പാക്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന റൂം സൈസിന് ആയിട്ട് വരുന്ന ഒരു മെയിൻ ഫാക്ടർ. നമ്മുടെ സീലിങ്ങും മറ്റ് പ്രൊജക്ടർ താങ്ങി താഴത്തേക്ക് ഹാങ് ചെയ്തൊക്കെ വരുന്ന സമയത്ത് വീണ്ടും ഹൈറ്റ് കുറയും. അവിടെ നിൽക്കുമ്പോൾ സീറ്റിംഗ് ആയാലും അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്യണം. അതെ, ഇതും താഴത്തേക്ക് ഇറങ്ങി വരും. അവസാനം ബാക്കിൽ ചെന്ന് തലമുട്ടുന്ന അവസ്ഥയിലേക്ക് കൈ തട്ടിയാൽ ചിലപ്പോൾ പ്രൊജക്ടർ തട്ടും, അങ്ങനെ അലൈൻമെന്റ് പോവും, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് വരാറുണ്ട്. ഒരു ബേസിക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ബേസിക് ഒരു 10x10 എങ്കിലും നമ്മളൊരു റൂം സൈസ് കാണണം. അതിന് താഴെയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു TV വയ്ക്കുക, ചെറിയ സൗണ്ട് ബാർ വെച്ചിട്ട് തൃപ്തിപ്പെടുക. അതെ, 92 inch സ്ക്രീനെങ്കിലും വെച്ചാലേ നമുക്ക് ആ പ്രൊജക്ടറിൻ്റെ ഒരു ബിഗ് എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. പിന്നെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന TVക്ക് ഈ പ്രൊജക്ടറും സ്ക്രീനിന് പകരം ഇന്ന് മാർക്കറ്റിൽ 92 inch 100 inch TVs കിട്ടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുൾ ഫ്ലെഡ്ജ് ഹോം തിയേറ്റർ ചെയ്യാം. അപ്പോൾ പ്രൊജക്ടറാണ് എപ്പോഴും എക്കണോമിക്കൽ, ബിഗ് സ്ക്രീൻ നമുക്ക് എടുക്കുമ്പോൾ.
നമുക്കിപ്പോൾ ഹോം തിയേറ്റർ വേണ്ടാന്ന് പറയുന്ന ഇപ്പോൾ പല NRI ക്ലയൻസിനും അവർക്ക് ഹോം തിയേറ്റർ അധികം യൂസ് ചെയ്യലുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ തിരക്കുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു എൻ്റർടൈൻമെൻറ്റ് റൂമായിട്ടുള്ള ലെവലിൽ പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ ഒരു ലൈബ്രറി, ഒരു ചെറിയ ബാർ യൂണിറ്റ്, പ്രൊജക്ടർ, സൗണ്ട് സിസ്റ്റം, അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ചിലപ്പോൾ ഡാൻസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് ചെയ്യുന്നത്, അപ്പോൾ അതും ഉണ്ടാവും. അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് റൂം എന്ന് പറഞ്ഞിട്ടൊരു റൂമായിട്ട് മതി ഞങ്ങൾക്ക്, ഹോം തിയേറ്റർ ഡെഡിക്കേറ്റഡ് ആയിട്ട് വേണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊവിഷൻസ് നമ്മൾ നേരത്തെ ഇടേണ്ടതുണ്ടായിരുന്നു? ഇപ്പം നമുക്ക് ഈ എൻക്വയറീസ് കൂടുതൽ വരുമ്പോഴും ഇപ്പോഴും കുറേ ക്ലയൻറ്റ്സ് പറയും നമുക്കൊരു ഡെഡിക്കേറ്റഡ് പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് തിയേറ്റർ വേണ്ട, മൾട്ടി പർപ്പസ് റൂം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ. അപ്പം ഇതിലെന്തായാലും ആ ഒരു റൂമിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ, മെനക്കെട്ട് ഒരു സിനിമ കാണാൻ വരുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ്, ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ആൾക്കാർ ഇതിൻ്റെ അകത്തോട്ട് കയറത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് യൂണിറ്റ് ബിഗ് സ്ക്രീൻ ആക്ച്വലി. അപ്പം ഇങ്ങനത്തെ ഒരു റൂമിൽ ഒരു പണ്ടത്തെ നമ്മൾ പറയാറുണ്ട് ഒരു ഐസോർ എന്ന് പറയുന്ന ഒരു പ്രൊജക്ടർ ഇങ്ങനെ ഹാങ് ആയി കിടക്കും. അപ്പോൾ ലിവിങ് റൂമിലാണെങ്കിൽ ഇപ്പം നമുക്ക് അങ്ങനത്തെ ഉള്ളൊരു ഓപ്ഷന് പകരം നമുക്കിപ്പോൾ ഒരു പുതിയ കോൺസെപ്റ്റ് എന്ന് പറയുന്ന അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതായത് നമുക്കൊരു ബിഗ് TV എന്ന് തന്നെ അതിന് പറയാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മാക്സിമം സൈസ് ഒരു 150 ഇഞ്ച് ഡയഗണൽ വരെ നമുക്ക് ഇതിലെടുക്കാൻ നോക്കും. 150 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 11 അടിയെങ്കിലും വീതിയും ഒരു 6 അടി പൊക്കമുള്ള ഒരു സ്ക്രീൻ വരെ നമുക്കിതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കും ഈ പ്രൊജക്ടേഴ്സിൽ. ഇത് നമുക്ക് ആ സ്ക്രീനിൻ്റെ തൊട്ട് താഴെ തന്നെ വയ്ക്കാം. അപ്പം അത് അവിടെ നിന്നായിരിക്കും അത് ബീം ചെയ്യുന്നത്. എല്ലാം 4K ലേസേഴ്സാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വരിക. ഇത് നമ്മുടെ ആ കൺസോളിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഡ്രോയറിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇവനെ പുറത്തോട്ട് വെളിയിലെടുക്കുക, ആവശ്യം കഴിഞ്ഞതിന് ശേഷം അകത്തോട്ട് വയ്ക്കുക. സ്ക്രീൻ നമുക്ക് മോട്ടറൈസ്ഡ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ സ്ക്രീൻ ഉണ്ടെന്നുള്ള കാര്യമൊന്നും ആരും അറിയത്ത് പോലും ഇല്ല. റിട്രാക്റ്റബിൾ സ്ക്രീൻ നമുക്ക് മോട്ടറൈസ്ഡ് കൊടുക്കാം. ഇനി നമ്മളൊരു ഡിസൈനിങ് സ്റ്റേജിലാണെങ്കിൽ ഈ സ്പീക്കേഴ്സ് വരെ നമ്മൾ ഫ്രണ്ടിൽ ഒരു വാൾ പാനലിംഗ് ചെയ്യുകയാണെങ്കിൽ ഈ സ്പീക്കേഴ്സ് എല്ലാം, ഫ്രണ്ടിൽ വരുന്ന മെയിൻ സ്പീക്കേഴ്സ് എല്ലാം നമുക്ക് ഇൻവോൾവ് ആയിട്ട് കൺസീലും ചെയ്യാം. അപ്പോൾ നമുക്കൊരു 3.5 ഇഞ്ച് ഡെപ്ത് മതി. വളരെ ഇപ്പം വളരെ വളരെ പെർഫോമൻസ് ആയിട്ടുള്ള ഇൻവോൾവ് സ്പീക്കേഴ്സ് ഇപ്പോൾ അവൈലബിൾ. അപ്പോൾ നമുക്കൊരു മാക്സിമം ഒരു 3.6 ഇഞ്ചസ് ഉണ്ടെങ്കിൽ കംഫർട്ടബിളി നമുക്ക് സ്പീക്കേഴ്സും അതിനിടയ്ക്ക് ഫിറ്റ് ഇൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്യുവർ ഒരു മൾട്ടി പർപ്പസ് റൂമാണ്. അപ്പോൾ അവർക്ക് ഈ സ്പീക്കേഴ്സ് എല്ലാം ഹിഡൻ ആയിരിക്കും. എന്ത് സിനിമ കാണണം അപ്പം മാത്രം ഈ സ്ക്രീൻ താഴോട്ട് വരുന്നു, നമുക്ക് ട്രേ വലിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടേഴ്സ് വരും. സ്പീക്കേഴ്സ് നമുക്ക് ബാക്കി സറൗണ്ട് സ്പീക്കേഴ്സും എല്ലാം നമുക്ക് വാളിൽ തന്നെ ഹൈഡ് ചെയ്യാം. അപ്പോൾ ഇത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മൾട്ടി പർപ്പസ് റൂമായിട്ട് ഇത് അവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മളൊരു ബേസിക് എന്തായാലും കർട്ടൻസ് ഉണ്ടായിരിക്കും, ചിലപ്പം നമ്മൾ തിക്ക് കാർപ്പറ്റ്സ് ഒക്കെ കൊടുക്കും. അതൊക്കെ കുറച്ചൊരു രീതിയിൽ അക്വസ്റ്റിക്സ് ആയിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള വേറൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈവൻ നമുക്ക് പ്രിൻറ്റഡ് ഫാബ്രിക്സ് കിട്ടും. നമുക്ക് ഡിസൈൻ ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റ് പറയാം നല്ലൊരു ഫ്ലവേഴ്സിൻ്റെ എന്തെങ്കിലും അത് നമുക്ക് ഫാബ്രിക്കിൽ പ്രിൻ്റ് ചെയ്തിട്ട് ഈ സ്പീക്കേഴ്സിൻ്റെ റിഫ്ലക്ഷൻസ് നോക്കിയിട്ട് അവിടെ മാത്രം നമുക്കിത് പ്ലേസ് ചെയ്യാം. ആ റൂമായിട്ട് ജെല്ല് ചെയ്തപ്പോൾ നമുക്ക് 100% ഫുള്ളായിട്ട് അക്വസ്റ്റിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തൊരു ക്ലയൻ്റ് അടുത്ത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഓക്കെ യു വാണ്ട് ടു ലിസൺ ടു മ്യൂസിക്കും കൂടി ഇതിലൂടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ റാദർ ദാൻ ഗോയിങ് ഫോർ ഇൻവോൾവ് ഞങ്ങൾ ടവർ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, ഫ്ലോ സ്റ്റാൻഡിങ്. സോ ഇതെല്ലാം ഡിസൈൻ ആസ്പദമാക്കിയിട്ടായിരിക്കും. ചിലവർക്ക് ഇതേപോലെ ആർക്കിടെക്റ്റ് പറയും ബിഗ് സ്പീക്കേഴ്സ് പാടില്ല, വെളി കാണാൻ പാടില്ല. പക്ഷേ ഈ പാട്ടും കൂടി അതിലൂടെ കേൾക്കണമെന്ന് താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലോ സ്റ്റാൻഡിങ് സ്പീക്കേഴ്സിലോട്ട് പോകാൻ പറയും. അപ്പോൾ അതിൽ കുറച്ചും കൂടി പാട്ടിന് കുറച്ചും കൂടി ഇതുണ്ട്. സിനിമയ്ക്ക് ഈ ഇൻവോൾവും ഇതും തമ്മിൽ വലിയൊരു പാരാഡിം ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഒരു പാട്ടിന് നമുക്കുള്ള ഫ്ലോ സ്റ്റാൻഡിങ് സ്പീക്കേഴ്സ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. സോ ഒന്ന് ഇൻവോൾവ്, ഫ്ലോ സ്റ്റാൻഡിങ്, ഇല്ലെങ്കിൽ ചെറിയ സ്പീക്കേഴ്സ് ഉണ്ട്, സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് അല്ലേ, നമുക്ക് ഓൺ വാൾ സ്പീക്കേഴ്സ്, ഇതൊക്കെ കൊടുത്ത് നമുക്ക് തിയേറ്റർ സെറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇന്നത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി പെട്ടെന്ന് പറയാമെങ്കിൽ അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടർ, ഹിഡൻ സ്ക്രീൻ, ഹിഡൻ സ്പീക്കേഴ്സ്. സോ ഇതൊരു മൾട്ടി പർപ്പസ് റൂമായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. തിയേറ്ററായിട്ട് അത് ആർക്കും അറിയത്തില്ല, സെയിം യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം. തീർച്ചയായിട്ടും ഈവൻ നമ്മുടെ ലിവിങ് റൂമിലാണെങ്കിലും സെയിം കോൺസെപ്റ്റ്സ്. ഇപ്പോൾ ഫ്ലാറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആർക്കും ചിലപ്പോൾ ഡെഡിക്കേറ്റഡ് റൂം കാണത്തില്ല, ഒരു വലിയ ലെങ്ത് ഉള്ള ഡൈനിങ് ഏരിയ ആയിരിക്കും. ആ ഒരു ഹാള് തന്നെ വലിയ ലെങ്ത് ആയിരിക്കും. അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇരുന്നു കൊണ്ട് നമുക്കിപ്പോൾ ഒരു TV കാണുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ അവർക്ക് ആ വിഷ്വൽ ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. പോയിൻ്റ് നമ്പർ 1. പോയിൻ്റ് നമ്പർ 2, ഇത്രയും ഡിസ്റ്റൻസിലേക്ക് സൗണ്ട് ട്രാവൽ ചെയ്ത് അവർക്ക് ക്ലിയറായി കിട്ടുന്നില്ല. ഇതൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ലെറ്റ് ദ TV ബി ദേ. അതിൻ്റെ മേളിൽ കൂടി നമുക്കൊരു സ്ക്രീൻ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് കൊടുത്താൽ അവർക്ക് ഇതൊരു ഹോം തിയേറ്ററായിട്ടും ഈ ലിവിങ് റൂം നമുക്കത് യൂസ് ചെയ്യാം. ഒൺലി ഡ്രോബാക്ക് നമുക്ക് സൗണ്ട് കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. ബാക്കി ഒരു ഹോം തിയേറ്റർ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമുക്കിതിൽ എൻജോയ് ചെയ്യാൻ ഒക്കും.
നമ്മുടെ ആളുകൾ ഹോം തിയേറ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ആളുകൾ ഹോം തിയേറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നെ തന്നെ ഒരു ദിവസം 2-3 ആൾക്കാരെങ്കിലും ഞങ്ങൾ ഹോം തിയേറ്റർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ പലരും ഈ ബഡ്ജറ്ററി ലെവലിലേക്കുള്ള ഇത് അന്വേഷിച്ച് പോകുന്നുണ്ട്. കോസ്റ്റ് കുറച്ചിട്ട് ചെയ്യാനുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാർ പിന്നെ പലരും അവയർനെസ് ഇല്ലാതെ ഞങ്ങൾ സ്വയം ചെയ്യാന്നുള്ള ലെവലിൽ ചെയ്യുന്നതൊക്കെയുണ്ട്. ജനറലി ഹോം തിയേറ്റർ ചെയ്യുന്ന സമയത്ത് ആളുകൾ ചെയ്തു വരുന്നതായിട്ട് നിങ്ങൾ കണ്ടുവരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഓക്കെ, മെയിൻ മിസ്റ്റേക്സ് നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റൂമിൻ്റെ ആ ഒരു ഡയമെൻഷനാണ് മെയിൻ. സൈസും ഹൈറ്റും അത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പത്തനാപുരത്ത് പോയായിരുന്നു. ആ റൂമിൻ്റെ ലെങ്ത് 41 ഫീറ്റ്, വിഡ്ത്ത് 19 ഫീറ്റ്. പക്ഷേ നമുക്ക് സ്ക്രീൻ വയ്ക്കുന്ന ഏരിയയിൽ നമുക്ക് കിട്ടുന്ന ഹൈറ്റ് എന്ന് പറയുന്ന ആകെപ്പാടെ 8.6 ഉള്ളൂ. കാര്യം വലിയ 2 ബീം, ക്രോസ് ബീംസ് ഒക്കെ പോകുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്താലും ഒരു ഫോൾ സീലിംഗ് കൂടി കഴിഞ്ഞാൽ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയത് 8 ഫീറ്റാണ്. അപ്പോൾ ഇത്രയും ലെങ്തി റൂമിൽ എന്തായാലും കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം യു നീഡ് പ്ലാറ്റ്ഫോം, റേസ്ഡ് പ്ലാറ്റ്ഫോം, 2 or 3 rows സീറ്റിംഗ് വരും. അപ്പോൾ ഏറ്റവും ബാക്കി ഇരിക്കുന്ന ഒരാൾക്ക് നേരത്തെ സാറ് പറഞ്ഞ പോലെ പ്രൊജക്ടർ ജസ്റ്റ് ഇങ്ങനെ കൈയിട്ട് എത്തിപ്പിടിക്കാനുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് വയ്ക്കാൻ ഒക്കത്തുള്ളൂ. ആ ഹൈറ്റ് അവിടെ ഡിഫറൻസ് വന്നു. പോയിന്റ് നമ്പർ ഏറ്റവും വലിയ പ്രോബ്ലം ചോദിച്ചാൽ നമ്മുടെ സ്ക്രീൻ സൈസ് ഉണ്ടല്ലോ, നമുക്കപ്പം ചെറിയ സ്ക്രീൻ ആക്കേണ്ടി വരും. കാര്യം ഏറ്റവും ബാക്കി ഇരിക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ താഴെ വശം കാണണമെങ്കിൽ നമ്മൾ സ്ക്രീൻ മാക്സിമം ഹൈറ്റ് വെച്ചാലും ഏറ്റവും ഒരു സൈസ് ആ റൂമിന് ആസ്പദമാക്കിയിട്ടുള്ളൊരു സൈസ് നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കാണുന്ന ഒരു റൂമാണ് മെയിൻ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ പറയുന്നത് പ്രോപ്പർ റൂം ആ ഒരു ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം അക്വസ്റ്റിക്സിലും അത് വലിയ റോൾ പ്ലേ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്ക്വയർ റൂമിൻ്റെ ഒരു ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്ന സ്റ്റാൻഡിങ് വേവ്സ്. നമുക്കൊരു ഈ പറയുന്ന ഒരു ബാസ് ലോ ഫ്രീക്വൻസിയിലെ ആ ഒരു മുഴക്കം ഉണ്ടല്ലോ, കൺട്രോൾ ചെയ്യാൻ കുറച്ചും കൂടി പാടായിരിക്കും. കറക്റ്റ്. അപ്പം നമുക്ക് ഈ ഒരു ഡിസൈനിങ് സ്റ്റേജിലാണ് ശരിക്കും ഞാൻ പറയുന്ന ഏറ്റവും ഒരു മിസ്റ്റേക്സ് ഇപ്പം കാണുന്നത്. നേരത്തെ ഒരു പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഒരു സ്ഥലം വരികയാണെങ്കിൽ അതാണ് ഇപ്പം ഒരു ഹോം തിയേറ്റർ റൂമായിട്ട് ആൾക്കാർ കൺവേർട്ട് ചെയ്യുക. ഇതാണ് ഒരു മെയിൻ ചാലഞ്ചായിട്ട് കാണുക. പോയിന്റ് നമ്പർ 2, ഈ ഡോർ പൊസിഷനിങ് വലിയൊരു ഫാക്ടറാണ്. കാര്യം നമ്മളൊരു ബാക്ക് റോയിൽ കുറച്ച് മാക്സിമം സീറ്റ്സ് ഇടാൻ ആൾക്കാർ പറയുന്നിടത്തായിരിക്കും ശരിക്കും പറയുന്ന ഒരു ഡോർ വരിക. അപ്പം തന്നെ അവിടുത്തെ ഒരു പ്രീമിയം ഏരിയ നമുക്കവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പം ഐഡിയലി ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് എവിടെയാണോ സ്ക്രീൻ വരുന്നത് അവിടെ നിന്ന് ഒരു 3 to 4 ഫീറ്റ് മാറി സൈഡിലായിട്ട് ഒരു ഡോർ പ്ലേസ് ചെയ്താൽ നമുക്ക് ബാക്ക് റോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇതൊക്കെയാണ് ഡോർ കൊടുത്ത് പാസേജ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സീറ്റൊക്കെ സൈഡിലേക്ക്. തീർച്ചയായിട്ടും. പിന്നെ ചില വീടുകളിൽ വേറെ ഓപ്ഷൻസ് കാണത്തില്ല. നമുക്ക് എന്തൊക്കെ ചെയ്താലും ചിലപ്പം നമുക്കത് കിട്ടാറില്ല. പക്ഷെ അത് അവരെ കുറ്റം പറയാൻ ഒക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കോമൺ മിസ്റ്റേക്സ് ആയിട്ട് കാണുന്നത്. പിന്നെ പോയിന്റ് നമ്പർ 3, നമ്മളൊരു വലിയ റൂം ചിലർ ഡിസൈൻ ചെയ്യും. ഭയങ്കര ലെങ്തി റൂമും ഭയങ്കര സൈസായിരിക്കും. പക്ഷെ ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് ചോദിക്കുന്നത് എനിക്ക് ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ എന്ന് പറയും. ഒരു ചെറിയ റൂമിൽ പോലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ബഡ്ജറ്റാണ് അവർ ഈ വലിയ റൂമിലേക്ക് പറയുന്നത്. അപ്പം ഇത് എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു വലിയ ചലഞ്ച്. എന്തൊക്കെ ചെയ്താലും ഒരിക്കലും ആ ക്വാളിറ്റി കിട്ടത്തില്ലെന്നുള്ളതൊരു ഫസ്റ്റ് സത്യമാണ്. സൈസ് വലുതാകുമ്പോൾ സ്ക്രീൻ സൈസ് അക്വസ്റ്റിക്സ് എല്ലാം ഭയങ്കരമായിരിക്കും. പക്ഷെ അവരൊക്കെ അതൊന്നും സ്പെൻഡ് ചെയ്യത്തില്ല. എനിക്ക് ഇത്ര റൂം സൈസാണ്, പക്ഷെ അതൊന്നും എനിക്ക് അറിയണ്ട, ബഡ്ജറ്റ് ഇത്രേ ഉള്ളൂ എന്ന് പറയും. മറ്റേ ബഡ്ജറ്റ് ഉണ്ടാവും, പക്ഷെ റൂം സൈസ് ചെറുതായിരിക്കും. ബഡ്ജറ്റ് കുറവായിരിക്കും, റൂം സൈസ്. അതെ. അപ്പോൾ ഈ ഓർഡർ മറക്കുക. നമ്മൾ അവരെ കൂടുതൽ എന്തൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്താലും ബഡ്ജറ്റിംഗ് എന്നുള്ള കാര്യം അവർക്ക് ഒരു പ്രിഫേർഡ് ഇതല്ല. ഒരു ഓക്കെ എല്ലാം കാര്യം ഒരു സ്വിമ്മിംഗ് പൂള്, ലിഫ്റ്റ്, അതിൻ്റെ കൂടെ ഒരു ഹോം തിയേറ്റർ എന്ന് മാത്രം ഒരു കോൺസെപ്റ്റിലായിരിക്കും അവർ ചിന്തിക്കുക. സോ ഒരു ബിഗ് റൂമാണ് നിങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ നല്ല ബഡ്ജറ്റിന് നമ്മൾ റെഡി ആയിരിക്കണം. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്കിൽ ഇപ്പോൾ കാണുന്നതെന്ന് ചോദിച്ചാൽ ബഡ്ജറ്റ് കുറവെന്ന് പറയും. ഇപ്പം ഞങ്ങൾ ശരിക്കും പറയാം ഒക്കുലെന്ന് പറഞ്ഞാൽ വേറെ ചെയ്യാൻ 100 പേര് കാണും. അപ്പോൾ എന്ത് പറ്റും? സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, ഫ്രണ്ടിൽ വരുന്ന ഒരു മെയിൻ സ്പീക്കേഴ്സ്. നമുക്കൊരു തിയേറ്ററിൽ ഫ്രണ്ടിലാണ് 3 സ്പീക്കേഴ്സ്, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. അതിൽ സെൻറ്റർ സ്പീക്കർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാര്യം ഡയലോഗ് വരുന്ന 95% ഡയലോഗ്സും ഈ സ്പീക്കറിലായിരിക്കും. അപ്പോൾ ഇത്രയും വലിയ റൂമിൽ ഇതിൻ്റെ ബാക്കിൽ ഇരുന്ന് അവർ സൗണ്ട് കേൾക്കുമ്പോൾ നോർമലി കേൾക്കാൻ ഒക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? സൗണ്ട് കൂട്ടും. അപ്പോൾ ആദ്യം ഈ സ്പീക്കറായിരിക്കും കരിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ റൂംസിലാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ വലിയ കംപ്രഷൻ ഡ്രൈവേഴ്സ് ഉള്ള സ്പീക്കേഴ്സ് കൊടുക്കണം. ബഡ്ജറ്റ് കുറവ്, ഓക്കെ. അപ്പോൾ നേരെ ഇതിൻ്റെ പകുതി വിലയ്ക്കുള്ള സ്പീക്കേഴ്സ് കൊടുക്കും. ഇവിടം തൊട്ട് നമ്മുടെ ട്രബിൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതൊരു നെവർ എൻഡിങ് പ്രോബ്ലം. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കോമൺ മിസ്റ്റേക്സ്. വലിയ റൂം കൺസ്ട്രക്ട് ചെയ്യും, ബഡ്ജറ്റ് വളരെ കുറവായിരിക്കും. കാര്യം അവരെ ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഹോം തിയേറ്റർ. ഇപ്പോൾ ബഡ്ജറ്റ് കുറവാണെന്ന് പറയുമ്പോൾ അവർ പറയും ഓക്കെ ഹൗസ് വാമിങ് കഴിയട്ടെ, 2 വർഷം കഴിഞ്ഞിട്ട് ചെയ്യാം. കാര്യം ഈ ഹോം തിയേറ്റർ എന്ന് പറയുന്നത് അത്ര ഒരു നെസസിറ്റി അല്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇന്നത്തെ പ്രോബ്ലംസ് കാണുന്നത്. ഒരു പോയിൻ്റ് കൂടി ഹൈലൈറ്റ് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ കണ്ടീഷനിങ് റൂംസിലെ. ഇപ്പോൾ ഇന്നലെ ഒരു സൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പ്രോബ്ലം ചോദിച്ചാൽ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് ആണ് ഹോം തിയേറ്ററിൽ. അപ്പം ഡക്റ്റാണ്.
അപ്പോൾ ഈ ഡക്റ്റ് എ സി പുറത്ത് ലിവിങ് റൂമിലായിരിക്കും ഇതിൻ്റെ മെഷീൻ ഇരിക്കുക. അതിൻ്റെ ഡക്റ്റാണ് നമ്മുടെ തിയേറ്ററിൽ കൊണ്ടുവരിക. സോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഈ സൗണ്ട് ഡക്റ്റ് വഴി അപ്പുറത്ത് പോകും. ഇതൊക്കെ ഒരു പുവർ ഡിസൈനിങ്ങിൻ്റെ ഒരു സ്റ്റേജാണ് ശരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ ബാക്കിൽ നമുക്ക് സൗണ്ട് പ്രൂഫിങ് ചെയ്യേണ്ടി വരും. അതൊരു ചേംബറായിട്ട് ക്രിയേറ്റ് ചെയ്ത് സൗണ്ട് പ്രൂഫിങ് ചെയ്താലും ഈ ട്രാപ്പ് ഡോറൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഒരു 100% എഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല. കഴിയുമെങ്കിൽ ഹോം തിയേറ്റർ റൂമിൽ സെപ്പറേറ്റ് ഇത് ബാക്കിയുള്ള റൂംസുമായിട്ട് ഡക്ട് ചെയ്യാതിരുന്നാൽ മതിയല്ലോ. സെൻട്രലൈസ്ഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ കാസറ്റൈസ് ചെയ്താൽ മതി. ഇപ്പോൾ ഓൺ വേ കാസറ്റ് എ സി കൊണ്ട് നമുക്ക് 25 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ അക്കോമഡേറ്റ് ഓൺ വേ കാസറ്റ് എ സി. ഇപ്പം 4 വേ കാസറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് സ്പേസ് വേണമെന്ന് പറയാം. പക്ഷേ ഇപ്പം ഓൺ വേ കാസറ്റിന് അത്ര സ്പേസ് ആവശ്യമില്ല. ഇനി ഒരു ഓപ്ഷനും ഇല്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് എ സിയിലേക്കും പോകാം. പക്ഷേ ഈ കോമൺ ഡക്റ്റ് വരുമ്പം വലിയൊരു മിസ്റ്റേക്സ് ആണ് ഇപ്പം കാണാറുള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കേണ്ടതാണ്. ഒരു മിസ്റ്റേക്സ് ഇപ്പം കാണുന്നത് മെയിനായിട്ട്. നമുക്കിപ്പോൾ ഹോം തിയേറ്റർ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അക്കോസ്റ്റിക്സ് ചെയ്യണം. അക്കോസ്റ്റിക്സ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഫലപ്രദവും ഏറ്റവും ചിലവ് കുറവായിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്കൊരു ഡെഡിക്കേറ്റഡ് റൂം ആണ് നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു ലിവിങ് റൂമിലോ ഒരു ലാൻഡിങ് ഏരിയയിലൊക്കെ നമ്മൾ തിയേറ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് അക്വസ്റ്റിക്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട കൂടെ ആവശ്യമില്ല. പക്ഷേ ഒരു ഡെഡിക്കേറ്റഡ് റൂമിൽ ഡെഫിനറ്റ്ലി യു നീഡ് ആൻ അക്വസ്റ്റിക്സ്. കാര്യം ആ റിഫ്ലക്ഷൻസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ഫുൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇന്നത്തെ ഒരു വേറൊരു മിസ്റ്റേക്ക് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്, മൊത്തം ഇതുകൊണ്ടങ്ങ് നിറയ്ക്കുക ചെയ്യുന്നത്, സൗണ്ട് ഡെഡ് ചെയ്യുന്നതാണ് റൂമിൽ. അപ്പം ഏത് റൂം നമ്മൾ എടുത്താലും അതിൻ്റെ അകത്ത് കുറച്ച് അബ്സോർപ്ഷൻ ഉണ്ടായിരിക്കണം. ഒരു 40 ഒരു ഐഡിയൽ റേഷ്യോ പറഞ്ഞാൽ 50 to 60 ആയിരിക്കണം ഒരു അബ്സോർപ്ഷൻ, സൗണ്ട് വലിച്ചെടുക്കുന്ന പ്രതലങ്ങൾ, നോൺ റിഫ്ലക്റ്റീവ്. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇടപെട്ടോട്ടെ. നമ്മുടെ ഈ അക്വാസ്റ്റിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പല ക്ലയൻസിൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ സൗണ്ട് പ്രൂഫിംഗ് ആണെന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും പറയേണ്ട സൗണ്ട് പ്രൂഫിംഗ് എൻ്റെ ഡിഫറൻ്റ് ആണോ അക്വാസ്റ്റിക്സ് വേറെ ആണെന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് കൂടി ഒന്ന് പറഞ്ഞു പോകുന്നത് ഇത് ഞങ്ങൾക്കും ഒരു ഫേസ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ, കാര്യം നമ്മൾ ഈ സൗണ്ട് പ്രൂഫിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സൗണ്ട് പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കോസ്റ്റ്ലിയാണ്. ഒന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൂമിൻ്റെ വിഡ്ത്ത് വീണ്ടും കുറയും. ബിക്കോസ് യു ആർ ഗോയിങ് അതിൻ്റെ ഇടയ്ക്ക് വേറെ സ്കിന്നായിട്ടുള്ള ലെവൽ വേറെ ഒരു വെർച്വൽ വാൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നല്ല ഹൈ എൻഡ് ഒക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര സൗണ്ട് സിസ്റ്റം വലിയ റൂംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ക്യാവിറ്റി കൊടുത്ത് ഒരു വെർച്വൽ വാളൊക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പം ഈ പറയുന്ന പോലെ ഈ എന്താ പറയുന്നത് ഒരു കോമൺ വാൾ ബെഡ്റൂമാണ് അപ്പുറത്തെ സൈഡിൽ, അല്ലെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് വേറൊരു ഫ്ലാറ്റാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹൈവേയുടെ സൈഡിലാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ സൗണ്ട് പ്രൂഫിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. വീടുകളിലെല്ലാം കൂടുതലും ബ്രിക്ക് വാളായിരിക്കും. അപ്പം നമുക്ക് ഈ സൗണ്ട് പ്രൂഫിങ്ങിന് അത്ര നമുക്ക് വലിയ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവുന്നില്ല. സൗണ്ട് പ്രൂഫ് വരില്ല എന്നുള്ളത് രണ്ട് ഡിഫറൻസ് ആണ്. എല്ലാവരും പറയും അക്വസ്റ്റിക്സ് ചെയ്താൽ 100% സൗണ്ട്, ഒരു തുള്ളി സൗണ്ട് പുറത്ത് പോകത്തില്ല. പിന്നെ സൗണ്ട് പുറത്ത് പോകുന്നത് മെയിൻലി ഡോർ വഴിയാണ്. അതാണ് ഒരു മിസ്റ്റേക്സിൽ ഒരു പോയിന്റ് കൂടി എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. നമ്മളോട് ചെല്ലുമ്പോൾ സൈറ്റിൽ ഓൾറെഡി ഡോറൊക്കെ കാണും. ഈ ഡോർ എന്ന് വളരെ 3 സെൻറ്റിമീറ്ററിൻ്റെ സാധാരണ ഡോറായിരിക്കും. ഈ ഡോറിൻ്റെ മാസ് കൂടുക എന്നാണ് അതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ഗ്യാപ്സ് കാണും, നമുക്ക് അടിയിൽ കൂടി സൗണ്ട് ലീക്കേജ് ആവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രോപ്പറാണെങ്കിൽ സൗണ്ട് പ്രൂഫിംഗ് ഒരു പരിധി വരെ നമുക്കിതിൽ ചെയ്യാൻ ഒക്കും. അതാണ് ഇത്. ഇപ്പം അക്വസ്റ്റിക്സ് നോർമലി ഭയങ്കര ലൗഡായിട്ടുള്ള സൗണ്ടോ അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുന്ന സമയത്തുള്ളതും സബ് ഊഫറിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഹോം തിയേറ്ററിൽ ഞാൻ ഫെയിൽ ചെയ്യുന്ന നോർമലി ഒരു മൂവി നടക്കുന്ന സമയത്ത് ആ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു പോകുന്ന സമയത്തൊന്നും നമുക്ക് പുറത്ത് കേൾക്കില്ല. തീർച്ചയായിട്ടും ഈ സോങ്ങോ അല്ലെങ്കിൽ ഈ ഫൈറ്റ്സോ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെയാണ് ഡോർ ഉൾപ്പെടെ ചെറുക്കുകയും തീർച്ചയായിട്ടും ആ സൗണ്ട് പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുന്നത്. ലോ ഫ്രീക്വൻസി നമ്മളിപ്പോൾ ഒരു കാർ കണ്ടിട്ടുണ്ട്, എന്തൊക്കെ കാറിൻ്റെ ഉള്ളിൽ ഡാമ്പനിങ് ചെയ്താലും സൗണ്ട് കേൾക്കത്തില്ല. പക്ഷേ ആ ഈ ബേസ് ഉണ്ടല്ലോ ടപ്പ് ടപ്പ് എന്നുള്ള ഇടി, അത് നമുക്ക് വെളിയിൽ ചെറിയ രീതിയിൽ കേൾക്കാനൊക്കെ. അതേപോലെ സെയിം ഇമ്പാക്റ്റ് നമുക്ക് ഹോം തിയേറ്ററിൽ വരും. നമ്മൾ അക്വസ്റ്റിക്സ് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ചെയ്യുന്ന ഈ റിവർബറേഷൻ എക്കോ ഇല്ലാതാക്കുക. ഞാൻ പറഞ്ഞല്ലോ എക്കോ ഇല്ലാതാക്കുക. അപ്പം എക്കോ കൂടിപ്പോയി കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഡയലോഗ്സ് ഒന്നും ക്ലിയർ ആയിരിക്കത്തില്ല, ഭയങ്കര റിഫ്ലക്ഷൻസ് ആയിരിക്കും. പിന്നെ മുഴക്കം, നമുക്ക് ഈ മുഴക്കം കാരണം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് സിനിമ തീർന്നിറങ്ങി ഓടുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. നിങ്ങളൊരു കമേഴ്ഷ്യൽ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ 3 മണിക്കൂർ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇയർ ഫാറ്റിക് ഒന്നും ഉണ്ടാകാത്ത ചോദിച്ചാൽ ഇറ്റ്സ് എ പ്രോപ്പർലി ഡൺ തിയേറ്റർ. സോ സെയിം തിങ് വി ആർ റെപ്ലിക്കേറ്റിംഗ് ഇൻ എ ഹോം തിയേറ്റർ. അപ്പോൾ ഏറ്റവും ബേസിക് മിനിമം ചെയ്യാൻ ഒക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ പോലെ പെറ്റ് പാനൽ, പോളിസ്റ്റർ പാനലിംഗ് 9mm കിട്ടും. നമുക്ക് ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക മാക്സിമം. അത് അബ്സോർപ്ഷനാണ്, അത് ഒരിക്കലും സൗണ്ട് പ്രൂഫിങ്ങിൻ്റെ മെറ്റീരിയൽ അല്ല. ഉള്ളി അബ്സോർപ്ഷൻ റേഷ്യോ ഒരു 40 to ഞാൻ നേരത്തെ പറഞ്ഞ 50 to 60 പ്രതലങ്ങളിൽ നമ്മുടെ വാൾ ഏരിയയിൽ നമ്മുടെ പാനലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള എക്കോ നമുക്ക് അതിൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യാൻ ഒക്കും. പിന്നെ സീലിംഗ് ഈ പറഞ്ഞ പോലെ നമുക്ക് ജിപ്സം സീലിംഗ് ചെയ്യുക. കാര്യം കോസ്റ്റ് ഒരു ഫാക്ടറാണ്. നോർമലി ഇത് തന്നെ സീലിംഗിൽ കൊടുത്താലും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ നമുക്ക് ഏറ്റവും ലീസ്റ്റ് എക്സ്പെൻസീവ് ഗോ ഫോർ എ കാർപ്പറ്റിംഗ്, ഒരു വുഡൻ ഫ്ലോറിംഗ് പകരം കാർപ്പറ്റിംഗ് പോവുക. ഇത്രയും ടേക്കൺ കെയർ കഴിഞ്ഞാൽ കൂടെ നിങ്ങൾക്ക് ഒരു ബേസിക് ഒരു മിനിമം ലെവലിൽ നിങ്ങൾക്ക് അക്വസ്റ്റിക്സ് ചെയ്യാം. ഈ ഡയറക്റ്റ് സ്റ്റിക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ മാക്സിമം ഒരു 140-130 റുപ്പീസിനൊക്കെ നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റിൽ ചെയ്തെടുക്കാം. അപ്പോൾ പുട്ടിയിടുന്നതിൻ്റെ ആവശ്യമില്ല, ആ കോസ്റ്റ് കൂടി നിങ്ങൾക്ക് ഇതിലോട്ട് മാറ്റാം. ഫ്ലോറും ചെയ്യേണ്ട, കാർപ്പറ്റ്. തീർച്ചയായിട്ടും. പക്ഷേ ഒൺലി തിങ് വയറിംഗ് എല്ലാം കൺസീൽഡ് ആയിട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ.
നമുക്ക് ഈ തിയേറ്റേഴ്സിൻ്റെ ഫ്ലോർ ചെയ്യുന്ന സമയത്ത് ഓക്കെ. ടൈല് വേണോ, വുഡൻ ഫ്ലോർ വേണോ, കാർപ്പറ്റ് വേണോ, അതോ റബ്ബറൈസ്ഡ് ഫ്ലോറിംഗ് വേണോ, അങ്ങനെ പല ഓപ്ഷൻസ് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഓക്കെ. ഓക്കെ. നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്ലോർ ഏതാണ്? ഈ അക്വാസ്റ്റിക്സിനും കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് എന്താണ്? ഞങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് വേറെ ഓരോ ഓപ്ഷൻ, ചില കസ്റ്റമേഴ്സിന് ഡസ്റ്റ് അലർജി ഒക്കെ ഉണ്ടെന്ന് പറയാൻ കൂടെ കാർപ്പറ്റ് അത്ര വലിയ പ്രശ്നം ഉള്ളതല്ലെന്നാണ് തോന്നുന്നത്. റാദർ ഗോ ഫോർ എ കാർപ്പറ്റ്, അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന കാര്യം. നമ്മുടെ സീലിങ്ങും നമ്മുടെ ഫ്ലോറിങ്ങും ഉള്ള റിഫ്ലക്ഷൻസ് ഒക്കെ ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ നോക്കും. ചിലപ്പോൾ വലിയ വീട്ടിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇറ്റാലിയൻ മാർബിളും ബാക്കിയൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ റൂമിൽ കയറുമ്പോൾ വേറൊരു ഫീൽ കിട്ടും, ഒരു പ്ലഷ് ഫീൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പിന്നെ ഡസ്റ്റ് അലർജി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ വേണമെങ്കിൽ വുഡൻ ഫ്ലോറിങ് ചെയ്യാം. അത് ലാസ്റ്റ് ഓപ്ഷൻ. ടൈൽസിനെ കുറിച്ച് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ടൈൽസ് വേറെ കുഴപ്പമില്ല, ഈ പറഞ്ഞ പോലെ തന്നെ വുഡ് പോലെ തന്നെ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ മാറ്റ് ഫിനിഷ് ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ആ റിഫ്ലക്ഷൻസ് അവോയ്ഡ് ചെയ്യുക, പിക്ചറിൻ്റെ സ്ക്രീനിൻ്റെ റിഫ്ലക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ മാറ്റ് ഫിനിഷിലേക്ക് പോകാൻ പറയും. ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഷുഡ് ബി ഓൾവേസ് കാർപ്പറ്റിംഗ്. അപ്പോൾ കാർപ്പറ്റിങ്ങിൻ്റെ ആ ഒരു നമുക്കിത് കിട്ടാം. പോയിന്റ് നമ്പർ 2, നമ്മളൊരു പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്യത്തില്ല, റേസ്ഡ് പ്ലാറ്റ്ഫോം ചെയ്യും. അപ്പോൾ റേസ് പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്കത് എഡ്ജൊക്കെ എടുക്കാനൊക്കെ കാർപ്പറ്റ് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാനൊക്കും. അപ്പം ഓൾവേസ് ഫസ്റ്റ് വേറെ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ, പിന്നെ ചിലർ പറയും ഫുഡൊക്കെ കഴിച്ചാൽ അങ്ങനെ ഇത് വരും, നമുക്ക് റൂം തുറന്നിട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലൊക്കെ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. അല്ലെങ്കിൽ ഒരു എയർ പ്യൂരിഫയർ അതിൻ്റെ അകത്ത് കൊടുക്കാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർപ്പറ്റാണ് ഫസ്റ്റ് പ്രിഫറൻസ് പറയുക. ഏറ്റവും ബെസ്റ്റ് കാർപ്പറ്റ് തന്നെയാണ്. നമുക്ക് ഈ തിയേറ്ററിൽ എപ്പോഴും പറയുന്നത് നമ്മുടെ ഒരു പ്രൊജക്ടറിൻ്റെ ഒരു ലൈഫ് പറയാറുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രൊജക്ടറിന് ആവറേജ്, ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡിന് നല്ലൊരു പ്രൊജക്ടറിന് ആവറേജ് ഒരു ലൈഫ് സ്പാൻ എത്രയാണ്? ഓക്കെ, ശരിക്കും ഇതൊരു വലിയ ലെങ്തി ഡിസ്കഷനിലുള്ള ഒരു പോയിന്റ് ആയിരുന്നു. ഓക്കെ, പ്രൊജക്ടേഴ്സ് നമുക്കിപ്പം 3 ടൈപ്പ് വരിക. ബൾബ്, അതിൻ്റെ ലൈറ്റ് സോഴ്സ്, ബൾബ്, LED, ഇറസ്പെക്റ്റീവ് നിങ്ങൾ 4K ഫുൾ HD ഒക്കെ മറക്കുക. ലൈറ്റ് സോഴ്സ് മെയിൻലി ഫുൾ HD നമുക്ക് വരുന്ന ബൾബ് വരുന്നുണ്ട്, ലേസർ വരുന്നുണ്ട്, LED വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ലൈഫ് കുറഞ്ഞതെന്ന് പറയുന്ന ബൾബ് ബേസ്ഡ് പ്രൊജക്ടേഴ്സാണ്. അതാണ് ഓൾഡസ്റ്റും ഇപ്പോഴും വളരെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, കോമണായിട്ട് യൂസ് ചെയ്യുന്നത് ബൾബ് ബേസ്ഡ് പ്രൊജക്റ്റാണ്. അതിൽ കോസ്റ്റ് കുറവാണ്. അപ്പോൾ ബൾബ് ബേസ്ഡ് പ്രൊജക്ടേഴ്സിന് ഒരു ആവറേജ് ലൈഫൊക്കെ എടുത്താൽ 3000 to 5000 hours ആയിരിക്കും ബൾബിൻ്റെ ലൈഫ് വരിക. പക്ഷെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് വളരെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. ബൾബ് മാത്രം റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് ബൾബ് അങ്ങ് അടിച്ചു പോവാണ്. ബൾബ് അടിച്ചു പോവല്ല ചെയ്യുക, അതിൻ്റെ പ്രകാശം കുറഞ്ഞു വരും. നമുക്ക് അതിൻ്റെ അലേർട്ട് മെസ്സേജും പ്രൊജക്റ്റിൽ തന്നെ ഇത് കാണിക്കും, ടൈം ടു റീപ്ലേസ് ദ ബൾബ് എന്ന് കാണിക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് LED ആകുമ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ് സൈസ് വളരെ കുറവായിരിക്കും, പ്രൊജക്ടറിന് ഹീറ്റിംഗ് വളരെ കുറവായിരിക്കും. ഈ 3000-4000 എന്ന് പറയുന്നതിനടുത്ത് നമുക്ക് 20,000 to 30,000 hours ആണ് ബൾബ് ലൈഫ് കിട്ടുക. പിന്നെ ഇതിൻ്റെ അങ്ങനെ ഒരു ഫെയിലിയർ റേറ്റ് വളരെ കുറവാണ് LED-ക്ക്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലേസർ. ഇപ്പം LED-യുടെ ഒരു കുഴപ്പം, ഇന്നത്തെ പ്രശ്നം ചോദിച്ചാൽ അത്ര വലിയ വെട്ടം ഉള്ള പ്രൊജക്ടേഴ്സ് LED-യിൽ വരുന്നില്ല, ലുമൻസ് അത് വരുന്നില്ല. അതാണ് ഒരു LED. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആമസോണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 5000-6000 ലുമൻസ് ഒക്കെ ഉള്ള പ്രൊജക്ടേഴ്സൊക്കെ 30,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ആ ലുമൻസ് അല്ല ശരിക്കും. നമ്മൾ ഒറിജിനൽ ലുമൻസ് എന്ന് പറഞ്ഞാൽ ANSI ലുമൻസ് ആണ്, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് വെച്ച് നോക്കിയാൽ 100 ലുമൻസ് പോലും കാണത്തില്ല. അപ്പം ഞാൻ പറയുന്നത് LED-ക്ക് ഒരു സ്റ്റാൻഡേർഡ് ലൈറ്റ് കിട്ടത്തില്ല. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ലേസറാണ്. ലേസർ നമുക്ക് ഈ പറഞ്ഞ പോലെ 20,000 to 30,000 hours നമുക്ക് ലൈഫ് കിട്ടുന്നുണ്ട്. ശരിക്കും ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 3000-4000 മണിക്കൂർ ഞാൻ പറയുന്നില്ലേ, എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ ഡെയിലി ഒരു സിനിമ കാണുന്നു, മുടങ്ങാതെ കാണും. ഒരു 3 മണിക്കൂർ ഒരു സിനിമ കാണുന്നു, ഒരു മാസം 100 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആരും കാണാറില്ല. അതാണ് ഫസ്റ്റ് തിങ്. 6-7 വർഷം എടുക്കും ബൾബിൻ്റെ ലൈഫ് തീരാൻ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ വളരെ കുറച്ച് ആൾക്കാർ ഈ ബൾബൊക്കെ മാറ്റിയിട്ടുള്ളൂ. അപ്പം 20,000 മണിക്കൂർ എന്നൊക്കെ പറയുന്ന അത്രയും യൂസേജ് ഉള്ള ഒരാൾക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗമുള്ളൂ. സാധാരണ ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന പോലെ നമുക്കൊരു 5000-4000 മണിക്കൂർ എന്ന് പറയുന്നത് 7-8 വർഷം എടുക്കും. അപ്പം നമ്മളിപ്പോൾ ഒരു 4K പ്രൊജക്ടർ ബൾബ് മേടിച്ചിട്ട് ഒരു 7-8 വർഷം കഴിയുമ്പോൾ നമ്മൾ ബൾബ് ആയിരിക്കത്തില്ല മാറ്റുക, അന്ന് പ്രൊജക്ടറോടുകൂടി മാറ്റുക. കാര്യം അന്ന് 8K അതെ, തീർച്ചയായിട്ടും അന്ന് 8K ആയിരിക്കാം. സോ അതൊരു ഇറസ്പെക്റ്റീവ് ഒരു ഫാക്ടറാണ് കേട്ടോ. പണ്ടത്തൊക്കെ 1000 മണിക്കൂറൊക്കെ ആയിരുന്നു ബൾബിന്, ഇന്ന് 4000-5000. തിയേറ്ററിലൊക്കെയാണ് മാറ്റേണ്ട ആവശ്യമുള്ളൂ, ഒരു ഹോം തിയേറ്ററിൽ മാറ്റേണ്ട പോലെ ഒരിക്കലും വരരുത്. ലേസറൊക്കെ എനിക്ക് അറിയത്തില്ല മാറ്റേണ്ടി വരും. കാര്യം 20 hours 20 years ഒക്കെയാണ് അവർ പറയുന്നത്. അൺലെസ് എന്തെങ്കിലും പ്രീമച്യൂർ ഫെയിലിയർ വരാതിരുന്നാൽ നമുക്ക് കാര്യം ബൾബിൻ്റെ ഫെയിലിയർ റേഷ്യോ ഒക്കെ വളരെ കുറവാണ്. അപ്പം അതൊരു വലിയൊരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യേണ്ട. പിന്നെ ബൾബിന് ആൾക്കാർ പറയാറുണ്ട്, ബൾബിന് ഒരു ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ കളർ ലെവൽസൊക്കെ കുറച്ചുകൂടി നല്ലതായിരിക്കും, ബ്ലാക്ക് കുറച്ചും കൂടിയൊക്കെ ഡീപ്പായിട്ട് ബൾബ് ബേസ് പ്രൊജക്ടേഴ്സിന് കിട്ടാറുണ്ട്. ലേസറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പിക്ചർ വരും, നമുക്ക് കറണ്ട് കൺസംഷൻ സ്ലൈറ്റ്ലി ലോവറാണ്, ഹീറ്റ് കുറവാണ്. ഇങ്ങനത്തെയൊക്കെ കുറച്ച് അഡ്വാൻറ്റേജ് ലേസേഴ്സിനുണ്ട്. ബഡ്ജറ്റ് കുറവാണെന്ന് വെച്ചാൽ നമുക്ക് ബൾബ് ബേസ് പ്രൊജക്ടേഴ്സ് എടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും വരുന്നില്ല അവിടെ. നമുക്ക് ഈ ഹോം തിയേറ്ററിലെ സീറ്റിംഗ് ഓപ്ഷൻസ്
പലരും ഞങ്ങൾക്ക് ജസ്റ്റ് സീറ്റ് അധികം വേണ്ട, ബീൻ ബാഗ് ഇട്ട് കണ്ടോളാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നോർമൽ സോഫ കൊണ്ടിട്ട് അല്ലെങ്കിൽ സോഫ കമ്പൗണ്ട് കൊണ്ടിട്ട് ഞങ്ങൾ കിടന്ന് കണ്ടോളാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നോർമലി നമ്മളൊരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് സീറ്റിംഗ് ഓപ്ഷൻസ് ആയിരിക്കും അതിൽ ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നത്? ഐഡിയൽ കണ്ടീഷൻസിൽ ഇഫ് ദേ ക്യാൻ അഫോർഡ്, റിക്ലൈനേഴ്സ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കാര്യം നമ്മളൊരു സിനിമ കാണുന്ന ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആവറേജ് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു കംഫർട്ടബിൾ ഒരു പൊസിഷനിൽ കിട്ടുക എന്നുള്ളത് നമുക്ക് വളരെ ആവശ്യമാണ്. ഇത്രയും മണി സ്പെൻഡ് ചെയ്തു, നമ്മുടെ സമയം കളഞ്ഞിട്ട് അതിനകത്ത് ഇരിക്കുക. അപ്പം ആ ഒരു റിലാക്സിങ് മോഡിൽ എപ്പോഴും ബെസ്റ്റ് റിക്ലൈനേഴ്സാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റിക്ലൈനേഴ്സിൽ തന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. മോട്ടറൈസ്ഡ് റിക്ലൈനേഴ്സ് വരുന്നുണ്ട്, മാനുവൽ ഉണ്ട്. അവിടെയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഓൾവേസ് ഗോ ഫോർ എ മോട്ടറൈസ്ഡ്. കാര്യം മാനുവൽ ചവിട്ടി താഴ്ത്തി കുട്ടികൾക്കൊക്കെ മുതിർന്നവർക്കും ഭയങ്കര പാടാണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ. പിന്നെ അതിൽ മോട്ടറൈസ്ഡ് ആണെങ്കിൽ നമുക്ക് ഏത് പൊസിഷനിൽ നമുക്ക് ലോക്ക് ചെയ്യാം. തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ 2 പൊസിഷനുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം ഇതിലെ ഒരു റൂമിൻ്റെ സൈസ് ഓൾസോ ഡിറ്റർമിൻസ്. നേരത്തെ പറഞ്ഞ പോലെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിക്ലൈനർ നമ്മൾ റിക്ലൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം 200 സെൻറ്റിമീറ്ററിൽ നമ്മളിവിടെ പ്രൊവിഷൻ കൊടുക്കണം. അപ്പോൾ ചെറിയ തിയേറ്റർ ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ റോയെക്കുറിച്ച് ചിന്തിക്കാൻ അവിടെ ഒക്കുന്നില്ല. കാര്യം ഫ്രണ്ടിൽ 7 അടി പോവുക നമുക്ക് സീറ്റിങ്ങിന്. അപ്പോൾ അതാണ് അടുത്തൊരു ഓപ്ഷൻ നോക്കേണ്ടത്. നിങ്ങളുടെ റൂമിൻ്റെ ലെങ്തും അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ബാക്കിൽ ഒക്കുമെങ്കിൽ നിങ്ങൾ റിക്ലൈനേഴ്സ് തന്നെ കൊടുക്കുക. സെക്കൻഡ് റോ ഉണ്ടെങ്കിലും നിങ്ങളുടെ റൂം ലെങ്തി ആണെങ്കിൽ ഓൾവേസ് ഗോ ഫോർ റിക്ലൈനേഴ്സ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ലൈഡേഴ്സ് എന്നൊരു സംഭവം കിട്ടും. റിക്ലൈനേഴ്സ് പോലെ തന്നെ ഇരിക്കും, പക്ഷേ നമുക്ക് കാല് പൊക്കാനൊക്കത്തില്ല. തിയേറ്റർ പോലെ ചെറിയ ടിൽറ്റിങ് ചെയ്യാം. നമ്മുടെ തിയേറ്ററിലെ സീറ്റിലൊക്കെ സ്ലൈഡ് ചെയ്തിട്ട് ബാക്കിലേക്ക്. അതെ. അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് റോയിൽ റിക്ലൈനേഴ്സ് കൊടുക്കും, അല്ലെങ്കിൽ ബാക്ക് റോയിൽ നമ്മൾ സ്ലൈഡേഴ്സ് കൊടുത്തിട്ട്, അപ്പം സ്ലൈഡേഴ്സിന് നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ സൈസ് കുറച്ച് നമുക്ക് ഏകദേശം 120 സെൻറ്റിമീറ്റേഴ്സ് നമുക്ക് കൊടുത്താൽ മതി. റാദർ ഒരു 200 സെൻറ്റിമീറ്റേഴ്സിന് പകരം ഒരു 135 സെൻറ്റിമീറ്റേഴ്സ് കൊടുത്താൽ നമുക്ക് ആവശ്യം കുഴപ്പമില്ല. എന്നിട്ട് ഫ്രണ്ടിൽ റിക്ലൈനേഴ്സും പ്ലേസ് ചെയ്യാം റൂമിൻ്റെ ലെങ്ത് കുറവാണെങ്കിൽ. ദാറ്റ് ഇസ് എ സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ സാറ് പറഞ്ഞ പോലെ സോഫ കം ബെഡ്. ഈ സോഫ കം ബെഡ് എന്ന് പറയുന്ന ഒരു ഫാൻസി ഐറ്റമാണ്. കാര്യം നമുക്ക് ഒരിക്കലും അതിലൊരു കംഫർട്ടബിൾ ഒരു ഇത് കിട്ടത്തില്ല. പിന്നെ വയസ്സായ ആൾക്കാർ സിനിമയിൽ അതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ 10 മിനിറ്റ് നമുക്ക് കിടന്ന് ഉറങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം ആ കംഫർട്ടബിൾ അവർക്ക് കിടന്ന് കാണുന്നുണ്ട്. അപ്പം ഈ 3 ഓപ്ഷൻസാണ് വരുന്നത്. ഇനി നമ്മൾ ചില തിയേറ്റേഴ്സിൽ പറയാറുണ്ട് സീറ്റിങ്ങിന് വേണ്ടി ഫുൾ സീറ്റ് ഇടുക. ഇനി കുറച്ച് ഗസ്റ്റ് വരും, കുട്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ബീൻ ബാഗ്സ് അവിടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു സംഭവമാണ് ബീൻ ബാഗ്. ഒരു 10-15 മിനിറ്റ് അരമണിക്കൂറൊക്കെ നമുക്ക് കാണാം. അതിൽ കൂടുതൽ നമുക്ക് കഴുത്ത് ശരിക്കും പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഓൾവേസ് ഗോ ഫോർ എ മോട്ടറൈസ്ഡ് റിക്ലൈനർ. ഇനി ഇതിൽ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പം റിക്ലൈനേഴ്സിൽ വെച്ചിട്ട് ആൾക്കാർ കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ റിക്ലൈനേഴ്സ് തന്നെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്ന റിക്ലൈനേഴ്സ് എന്ന് പറയുന്നത് ലിവിങ് റൂമാണ്. മോൾസിൽ അവർ പോയി കാണാറുണ്ട്, അല്ലെങ്കിൽ ഫേർണിച്ചർ ഷോപ്സിലൊക്കെ പോകുമ്പോൾ റിക്ലൈനേഴ്സ് കിടപ്പുണ്ട്. അതൊരു ഹോം തിയേറ്റർ റിക്ലൈനർ അല്ല. അതിൽ നമ്മൾ റിക്ലൈൻ ചെയ്താൽ നമ്മുടെ കണ്ണ് പോകുന്ന നേരെ സീലിങ്ങിലായിരിക്കും. അതേസമയം ഒരു ഹോം തിയേറ്റർ റിക്ലൈനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ റിക്ലൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണ് കറക്റ്റ് സ്ക്രീനിലായിരിക്കും ആംഗിൾഡ്. മെക്കാനിസം നോക്കിക്കഴിഞ്ഞാൽ ആം ഫിക്സ്ഡ് ആയിരിക്കും. ലിവിങ് റൂം റിക്ലൈനേഴ്സ് നിങ്ങൾ റിക്ലൈൻ ചെയ്യുമ്പോൾ ആം മുമ്പോട്ട് പോകും. അപ്പോൾ ഈ ലോട്ട് ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രൈസ് അതിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ റിക്ലൈനേഴ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് ടേക്ക് എ ഡിസിഷൻ എന്നേ പറയാറുള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻ റിക്ലൈനേഴ്സ്. ഈ നമ്മുടെ ഇവിടെ ഓരോ ദിവസം കറണ്ടിൻ്റെ ബില്ലൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകൾക്ക് തിയേറ്റർ വെക്കുന്ന സമയത്ത് അത് എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്യും എന്നുള്ളത് ഒരു കൺസേൺ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിന് ഉള്ളൊരു മെയിൻ്റനൻസ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയും ചോദിക്കാറുണ്ട്. ഓക്കെ, ഒബ്വിയസ്ലി കറണ്ട് കൺസംഷൻ ഉണ്ടാവും. ആംപ്ലിഫയേഴ്സിലും നമ്മൾ പ്രൊജക്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഒരു മെയിൻലി നമ്മൾ നോക്കും നമ്മുടെ എക്യുപ്മെൻറ്റ്സ് മാത്രമല്ല, അവിടെ ഒരു AC ഉണ്ടാവും. ഇപ്പോൾ AC ഒരു ആവറേജ് ഒരു 1000 to 2000 വാട്ട്സ് കറണ്ട് കൺസംഷൻ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ടൈം AC, നമ്മൾ ഫാൻ ഇല്ലല്ലോ, AC ആയിരിക്കും ഫുൾ ടൈം യൂസ് ചെയ്യുക. നമ്മുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം കൂടി ഒരു പ്രൊജക്ടറും സ്ക്രീനും ബാക്കിയുള്ള സൗണ്ട് സിസ്റ്റംസ് എല്ലാം കൂടി ഒരു ആവറേജ് ഒരു 1200 to 1300 വാട്ട്സ് കൺസംഷൻ വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2300 വാട്ട്സ് എങ്കിലും കൺസംഷൻ വരും. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ ഒരു 3 മണിക്കൂർ സിനിമ കണ്ടിറങ്ങുകയാണെങ്കിൽ ഒരു 7 യൂണിറ്റെങ്കിലും കറണ്ട് പോവും. അപ്പോൾ ഇന്നത്തെ ഒരു ഇത് വെച്ചിട്ട് 70 റുപ്പീസെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അത് എക്സ്ട്രാ വരുന്നുണ്ടെന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ നമ്മൾ ആ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് നമ്മളൊരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ UPS വെക്കേണ്ടതുണ്ടോ ഈ പറഞ്ഞ? ഓക്കെ, ആ പോയിന്റിലോട്ട് വരുമ്പോൾ UPS വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 2 kV ഒക്കെ വരില്ലേ? തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഈ നമ്മുടെ ആംപ്ലിഫയറിലോ പ്രൊജക്ടേഴ്സിലോ പെട്ടെന്ന് കറണ്ട് പോവാതിരിക്കുക, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട വളരെ ആവശ്യമാണ്. തീർച്ചയായിട്ടും വളരെ ഡെലിക്കേറ്റ് ഇതാണ്.
അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്, യു നീഡ് ടു പുട്ട് ആൻ UPS, ഡെഡിക്കേറ്റഡ് UPS വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് വയ്ക്കേണ്ടത് പ്യുവർ സൈൻ വേവ് UPS വയ്ക്കാൻ പറയും. ബിക്കോസ് നമ്മുടെ ആംപ്ലിഫയറിൽ വരുന്ന ട്രാൻസ്ഫോമേഴ്സാണ്. ഇപ്പോൾ ട്രാൻസ്ഫോമേഴ്സിന് എപ്പോഴും പ്യുവർ സൈൻ വേവ് വേണം. അപ്പോൾ ആൾക്കാർ UPS വയ്ക്കാറുണ്ട്, വളരെ കുറഞ്ഞ 6,000-7,000 രൂപയ്ക്കൊക്കെ UPS മേടിക്കാറുണ്ട്. അതൊന്നും ശരിക്കും പറഞ്ഞാൽ കൊടുക്കാനേ പാടില്ല. നമുക്കിപ്പോൾ APC പോലത്തെ നല്ല ബ്രാൻഡിൻ്റെയൊക്കെ സ്മാർട്ട് UPS കിട്ടും, ലൈൻ കൺട്രോൾ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന പ്യുവർ സൈൻ വേവ് കിട്ടും. അതൊക്കെ നമുക്കൊരു 1.5 kVൻ്റെ ഒരു UPS വയ്ക്കണമെങ്കിൽ 38,000 40,000 റുപ്പീസോളം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എപ്പോഴും ക്ലയൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്, ഈ 40,000 രൂപ അവിടെ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഈ പൈസ എടുത്ത് വെളിയിൽ നമ്മളൊരു ഡെഡിക്കേറ്റഡ് UPS വീട് മൊത്തത്തിൽ ചെയ്യുക. എന്നിട്ട് അതായിരിക്കും അതിൻ്റെ ഒരു കണക്ഷൻ എടുത്ത് നമ്മുടെ ഹോം തിയേറ്ററിൽ കൊടുക്കുക. കാര്യം നമ്മളൊരു ഫുൾ ടൈം ഇരുന്ന് സിനിമ കാണുന്നില്ലല്ലോ. അതേസമയം വീട്ടിലെ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഫുൾ ടൈം പ്രവർത്തിക്കേണ്ടതാണ്. ആ 40,000 കൂടി ഇട്ട് കഴിഞ്ഞിട്ട് വെളിയിൽ നമ്മളൊരു ഇൻവേർട്ടർ അല്ലെങ്കിൽ UPS ആണ് ഫസ്റ്റ് പ്രിഫറൻസ്, ഒരു സൈൻ വേവ് വെച്ച് കൊടുത്താൽ മതി. ഒരു 3 kVൻ്റെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് വീട്ടിൽ ധാരാളം മതിയോ. ആ കണക്ഷൻസ് ഇവിടെ കൊടുത്താൽ മതി. സെപ്പറേറ്റ് ഒരു ഡെഡിക്കേറ്റഡ് UPS നമുക്ക് ആവശ്യമില്ല. അങ്ങനെയും ചെയ്യാം. ഈ നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ NRIs മൈഗ്രേഷനുള്ള സമയമാണ്. അപ്പോൾ ഇവർക്കൊക്കെ വീട് പണിയുന്ന സമയത്ത് ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർഷത്തിലൊരിക്കൽ വരുള്ളൂ, അപ്പോൾ വീട് എപ്പോഴും പൂട്ടി കിടക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തിയേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൺസേൺ ഉണ്ട്. അപ്പോൾ അങ്ങനെ പൂട്ടി കിടക്കുന്ന വീടുകളിൽ തിയേറ്റർ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അത് ചെയ്താൽ നമ്മൾ എങ്ങനെയാണത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണത് ടേക്ക് കെയർ ചെയ്ത് കംപ്ലൈൻ്റ് ഇല്ലാതെ കൊണ്ടുപോകേണ്ടത്? ഓക്കെ, നമ്മുടെ ഒരു മേജർ ചങ്ക് ഓഫ് കസ്റ്റമേഴ്സും NRIs ആണ്. കാര്യം അവർ പറയുന്ന പോലെ അവർ ഫ്രീക്വൻസി ഓഫ് വിസിറ്റ് വളരെ കുറവാണെങ്കിൽ കൂടെ ദേ സ്പെൻഡ് ഗുഡ് എമൗണ്ട് ഓഫ് മണിയാണ് ഹോം തിയേറ്റർ. അപ്പോൾ അവിടെ വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഈ ഓപ്പറേഷൻ കുറേ മാസത്തേക്ക് കാണത്തില്ല. അത് വലിയൊരു ചലഞ്ചാണ്. അപ്പം ഞങ്ങൾ കസ്റ്റമർ സജസ്റ്റ് ചെയ്യുക, കാര്യം വലിയ വീടാകുമ്പോൾ അതിനകത്ത് നാച്ചുറലി ഒരു ഓട്ടോമേഷൻ ഉണ്ടായിരിക്കും. ആ ഓട്ടോമേഷൻ വെച്ചിട്ട് അവർക്ക് ഈ പറയുന്ന പോലെ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി 1 or 2 hours നമ്മുടെ പ്രൊജക്ടറും ആംപ്ലിഫയറൊക്കെ അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് ചെയ്യാമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കാര്യം നമ്മളിത് ഒരിക്കൽ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കപ്പാസിറ്റേഴ്സ് ചാർജും ഡിസ്ചാർജും ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ഉപയോഗം കുറയുകയാണെങ്കിൽ കംപ്ലയിൻ്റ് ആവാൻ കൂടുതലുണ്ട്. അതേസമയം ഒരു ഷെൽഫിലിരിക്കുന്ന ഒരു പ്രൊജക്ടർ ആംപ്ലിഫയർ ആണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും വലിയ കുഴപ്പം വരത്തില്ല. നമ്മൾ യൂസ് ചെയ്ത സാധനം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നോം എന്ന് പറയുന്നത്. അപ്പോൾ NRIസിൻ്റെ അടുത്ത് പറയുമ്പോൾ നമ്മളിതാ പറയാറുള്ളത്, നിങ്ങളുടെ ഓട്ടോമേഷനും കൂടെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് AC എങ്കിലും നിങ്ങൾക്ക് ഓൺ ചെയ്ത് കുറച്ച് നേരം വിടാമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. പോയിന്റ് നമ്പർ 2, നമുക്ക് അതിൻ്റെ അകത്തൊരു ഡീഹ്യൂമിഡിഫയർ മസ്റ്റാണ്. കാര്യം നമ്മളൊരു 40, എനിക്ക് തോന്നുന്നു ഒരു 40 to 50 ആയിരിക്കണം നമ്മുടെ 50 to 60 വരെ നമുക്ക് അതിൻ്റെ അകത്തൊരു ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്കിവിടെ 80 ഉണ്ട്. അപ്പോൾ ആ റൂമിൻ്റെ അകത്തൊരു 50 to 60% അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമിഡിറ്റി, അപ്പോൾ ഒരു ഡീഹ്യൂമിഡിഫയർ അതിൻ്റെ അകത്ത് കൊടുക്കാൻ പറയുക അവരുടെ അടുത്ത്. തേർഡ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ അക്വസ്റ്റിക്സ് ചെയ്യുമ്പോൾ ഞാൻ ക്ലോത്ത് ചിലപ്പോൾ സജസ്റ്റ് ചെയ്യാറില്ല. കാര്യം ക്ലോത്ത് ഈ അടഞ്ഞു കിടക്കുമ്പോൾ ഒരു സ്റ്റഫി സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അതിന് പകരം ഈ പോളിസ്റ്റർ പാനലിംഗ് ഉണ്ടല്ലോ ഇപ്പം കിട്ടുന്നത്, പോളിസ്റ്റർ പാനലിംഗ് ചെയ്യാൻ ശ്രമിക്കുക. റിക്ലൈനേഴ്സ് എടുക്കുമ്പോൾ PVC എടുക്കാതെ പ്യുവർ ലെതർ റിക്ലൈനേഴ്സ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫംഗൽ ബിൽഡപ്പ് കമ്പാരിറ്റീവ്ലി നമുക്ക് പെട്ടെന്ന് മെയിൻ്റെനൻസ് ഒക്കെ കുറച്ച് എളുപ്പമായിരിക്കും. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ പവർ സപ്ലൈയും പിന്നെ അവർ പ്രൊലോങ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ലൈറ്റ്നിങ്ങിൻ്റെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ കേബിൾ വേണമെങ്കിൽ അവർക്ക് ഊരിയിടാം. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കൊരു പ്രിക്കോഷണറി ആയിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ബാക്കിയൊക്കെ നോർമൽ വീട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു NRIസിൻ്റെ വീട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് ഓരോ ഡേ ബൈ ഡേ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജീസ് വരുന്ന ഒരു മേഖലയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ലേറ്റസ്റ്റ് ഹോം തിയേറ്റർ ചെയ്യണം എന്ന് പറഞ്ഞ ഒരാൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഓരോ ദിവസവും പുതിയ ഫോമാറ്റ്സാണ് വരുന്നത്. അപ്പം ഇന്നിപ്പോൾ ഓഡിയോയിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നിൽക്കുന്നത് ഡോൾബി അറ്റ്മോസ് DTS:X എന്നൊക്കെ ഉള്ള ഒരു ഇമേഴ്സീവ് സൗണ്ട് ഫോമാറ്റാണ്. അത് നമ്മളൊരു ഏകദേശം ഒരു 7 ചാനൽ തൊട്ട് നമുക്ക് അങ്ങോട്ട് എത്ര റൂമിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അഡീഷൻസ് ഓഫ് 2, 9, 11, 13 അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് അപ് ടു 21 ചാനൽസ് വരെ നമ്മൾ ഹോം തിയേറ്റേഴ്സ് നമുക്ക് ഓഡിയോയിൽ നമുക്ക് ചെയ്യാൻ നോക്കും. പിന്നെ മെയിനായിട്ട് ഇപ്പോഴത്തെ ഒരു മെയിൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും വീഡിയോ പാർട്ടിലേക്ക് ഭയങ്കര അഡ്വാൻസ്മെൻറ്റ് വരുന്നുണ്ട്. കാര്യം
ചെറിയ തിയേറ്റേഴ്സ് നമ്മൾ സാധാരണ കാണുന്ന 16:9 ഫോമാറ്റ് തിയേറ്റേഴ്സൊക്കെ കാണുന്നത്. ഒരു വൈഡ് സ്ക്രീൻ ആസ്പെക്റ്റിലൊക്കെ ഇപ്പോൾ കൂടുതൽ തിയേറ്റേഴ്സ് വരുന്നുണ്ട്. അതായത് നമ്മുടെ മൂവീസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് വൈഡ് സ്ക്രീൻ ഫോമാറ്റാണ്. അത് ഞങ്ങളുടെ വീടുകളിൽ കൊണ്ടിടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മേളിലും താഴെ 2 ബ്ലാക്ക് ബാർ കാണുന്നത്. ആ ഫോർമാറ്റ് മാറുന്നുണ്ട്. റേഷ്യോ 16:9 മാറുമ്പം ആ ബ്ലാക്ക് ബാർ അതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു വൈഡ് ഫോർമാറ്റ് സ്ക്രീൻസൊക്കെ നമുക്ക് സിസ്റ്റംസൊക്കെ ഇന്ന് നമുക്ക് ലെൻസ് കൊടുക്കാം. അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ഉണ്ട്, മാറ്റ് VR എന്ന് പറയും. ഈ മാറ്റ് VR ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ ഒക്കെ അവൻ തന്നെ കറക്റ്റ് ചെയ്തോളും. അപ്പം നിങ്ങൾക്കൊരു വളരെ ശരിക്കും ഒരു ഇമ്മേഴ്സീവ് തിയേറ്റർ നിങ്ങൾ എങ്ങനെ സിനിമ കാണുന്നോ ആ ബ്ലാക്ക് ബാറൊന്നും ഇല്ലാതെ വൈഡ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് സിനിമ കാണാം. ഓഫ് കോഴ്സ് പൈസ കാണുന്നതിനനുസരിച്ച് കൂടും. ഈ മാറ്റ് VR ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 10 lakhs ആയിരിക്കും. ഒരു ലെൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 lakhs ആയിരിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ തിയേറ്ററിൽ വരുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി. പിന്നെ നമുക്ക് അതേപോലെ കാലിബ്രേഷൻ. ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നത് വീഡിയോ കാലിബ്രേഷനൊക്കെ ഞാനൊക്കെ ചെയ്യുന്നത് കാൽമാനാണ്. അതേപോലെ ഇന്നിപ്പോൾ ഡയറാക്കൊക്കെ മിക്ക AV റിസീവേഴ്സിലും ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട് കാലിബ്രേഷനൊക്കെ. അപ്പോൾ ഒത്തിരി ആ ടെക്നോളജിക്കൽ അഡ്വാൻസ് നമുക്ക് ഇതിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ലേറ്റസ്റ്റ് ഫോം. പിന്നെ 4K 8Kയിലെ ചെറിയ രീതിയിലൊക്കെ പ്രൊജക്ടേഴ്സ് ഒന്നിനുണ്ടെന്ന് ഞങ്ങൾ സെയിൽ ചെയ്യാറുണ്ട്. പക്ഷേ അത് ടു ഏർലി ആണ്. 8K പ്രൊജക്ഷൻ എന്ന് പറയുന്നത് കണ്ടൻസ് കുറവാണ്. നമുക്കൊരു പ്രോപ്പർ അപ്സ്കെയിലിംഗ് നടക്കുന്നില്ല. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ചിട്ട് ഗോ ഫോർ എ ഗുഡ് 4K പ്രൊജക്റ്റ്. അതുകൂടാതെ വൈഡ് സ്ക്രീൻ താല്പര്യമുള്ളവർ കാര്യം ഒരിക്കൽ വൈഡ് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു നോർമലി നമുക്ക് പിന്നെ സിനിമ വേറൊരു ഇതിൽ കാണാനേ ഒക്കത്തില്ല. ആ ബ്ലാക്ക് ബാർ നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. പിന്നെ സൗണ്ട് സിസ്റ്റം നല്ല രീതിയിൽ ഒരു സൗണ്ട് സിസ്റ്റത്തിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കഴിഞ്ഞോ? താങ്ക് യു സോ മച്ച്. താങ്ക് യു.